ത്തിനും മാതാവിനും സ്തുതി. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വൈഫിന് കിട്ടിയൊരു രോഗശാന്തി, വലിയൊരു രോഗശാന്തിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് മാതാവിനോടും ദൈവത്തോടും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഇടവക മരുതോങ്കര ഇടവകയാണ്. എൻ്റെ വൈഫിന് ക്യാൻസറായിരുന്നു. ഞങ്ങൾ വിദേശത്തായിരുന്നു. അവിടുന്ന് ഒരു ചെറിയൊരു മോനുണ്ടായി. 5 മാസമായപ്പോഴാണ് ഇങ്ങനെ വയറ്റിൽ മുഴയുണ്ടെന്ന് അറിയുന്നത്. ഞാൻ ഡോക്ടറിന് പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയി, നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി CT എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വൈഫും പിള്ളേരും കൂടെ നാട്ടിൽ വന്നു. CT ഒരു വലിയ ഹോസ്പിറ്റലിൽ ചെന്ന് CT എടുത്തപ്പം അവിടുന്ന് പറഞ്ഞു ഇത് ക്യാൻസറാണ്, വയറിൽ മൊത്തം സ്പ്രെഡായി, സർജറി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാനും കയറി വന്നു. ഗൾഫിൽ നിന്ന് വന്ന് ഞങ്ങൾ കേരളത്തിൽ ഒരു പ്രശസ്തമായ ഒരു ക്യാൻസർ സെൻറ്ററിൽ പോയി. അവിടുന്ന് പെറ്റ് സ്കാൻ ചെയ്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇത് 4th സ്റ്റേജാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചാൻസ് കുറവാണ്, മൊത്തം സ്പ്രെഡായെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഏതായാലും മരുന്ന് കൊടുക്കാം, ഒരു 3 മാസം മരുന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് സർജറി ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 3 മാസത്തേക്ക് മരുന്ന് പറഞ്ഞെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഛർദിയും വയറുവേദനയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റായി. ഒരാഴ്ച അവർ നിരീക്ഷണത്തിൽ വെച്ച് അവർ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു, എമർജൻസി ആയിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലേദിവസം രാത്രി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മൊത്തം സ്പ്രെഡ് ആയതുകൊണ്ട് രക്തക്കൊഴലൊക്കെ ഇതായിട്ടുണ്ട്, നേരം ബ്ലീഡിങ് ആയാൽ റിസ്ക്കാണ്, അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അവർ പറഞ്ഞു ഇനിയിപ്പം കീമോ ചെയ്യാൻ പറ്റില്ല, റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്നൊരു മരുന്നുണ്ട്, ഇറ്റലിയുടെ ഒരു മരുന്നുണ്ട്, 1 ലക്ഷം രൂപയാണ് ഒരു മരുന്നിന് 1 മാസത്തേക്ക്, അത് കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. പക്ഷേങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കിട്ടും, ചിലപ്പോൾ 1 മാസം കിട്ടും, ചിലപ്പം ഒരു 6 മാസം കിട്ടും, ഒരു ഉറപ്പുമില്ല. എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നിന് ഓർഡർ ചെയ്ത് മരുന്ന് വരുത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പം വീണ്ടും കുടലിനൊക്കെ ബ്ലോക്ക് വന്ന് ഛർദിയായി. സർജറി ചെയ്തിട്ട് അത് ഫെയിലായി. സർജറി സ്റ്റിച്ച് എടുക്കേണ്ട സമയപ്പോഴത്തേക്കും കറക്റ്റ് വീണ്ടും ബ്ലോക്ക് വന്നു. പിന്നെയും ഒരു സർജറിയും കൂടെ ചെയ്തു, അതും ഫെയിലായി. അങ്ങനെ അവർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, ഏതായാലും മരുന്ന് കൊടുക്കാം, വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങൾക്ക് കേരളത്തിലൊക്കെ ഉള്ള പല ഹോസ്പിറ്റലിലും അന്വേഷിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എല്ലായിടത്തും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നുള്ള മരുന്ന് കഴിച്ച് അങ്ങനെ ഒരു 1.5 വർഷത്തോളം പോയി. അതിനുശേഷം ആൾ വെയിറ്റ് ലോസായി, തീരെ പറ്റാതെയായി. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഫുഡൊക്കെ അരച്ച് കൊടുക്കേണ്ട ഇതിൽ വന്നു. അതിനുശേഷം തീരെ പറ്റാതായി ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നു. അവർ FJ ഇട്ടിട്ട് അത് ഫെയിലായി. അന്നേരം അവർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി ഹോസ്പിറ്റലിലോട്ടും കൊണ്ടുവരണ്ട, പാലിയേറ്റീവ് കെയർ മതി, മരുന്ന് നിർത്താൻ പറഞ്ഞു. ഇനി ആദ്യം മുന്നോട്ട് പോകില്ല എന്ന് വൈഫിനോട് തന്നെ ഡോക്ടർ, ഇവള് നേഴ്സാണ്, ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു, ഡോക്ടർ വൈഫിനോട് തന്നെ പറഞ്ഞു. പക്ഷേങ്കിൽ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു, വീട്ടിൽ കിടന്നു, പാലിയേറ്റീവ് കെയർ എന്നുള്ള ഇതിൽ ഡ്രിപ്പൊക്കെ ഇട്ട് പിന്നെ TPN കൊടുത്ത് അങ്ങനെ വീട്ടിൽ കിടക്കുമായിരുന്നു. അന്നേരം ഒരു ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞു, കോഴിക്കോടുള്ള. അന്നേരം അവിടുത്തെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറും പറഞ്ഞു ഒരാഴ്ച മരുന്ന് കൊടുത്തു നോക്കാം, നീ വാന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് ഒരാഴ്ച കൊടുത്തു. ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുതുപ്പള്ളിത്തടയിൽ മനോജ് പറഞ്ഞു വിജയൻ കൃപാസനത്തിൽ പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും പറയുമായിരുന്നു മാതാവിനോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി, കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏത് സമയം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്നൊരവസ്ഥയായിരുന്നു. എനിക്ക് ഒരു ഫോൺ വരും, തിരിച്ചു പോകേണ്ടി വരും. പക്ഷേ മാതാവ് സഹായിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി. ഇവള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇവള് കിടപ്പിലായിരുന്നു. അങ്ങനെ എണീറ്റ് നടക്കാൻ തുടങ്ങി. അതിനുശേഷം വീട്ടിൽ പണികൾ ചെയ്യാൻ തുടങ്ങി. ഓരോ മാസം പിന്നെ ഞാൻ അടുത്ത പുതുക്കേണ്ട സമയമായപ്പം വൈഫിനും കൂടി ഇവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. പിന്നെ അടുത്ത് പുതുക്കുന്ന സമയമായപ്പം നല്ല ആരോഗ്യമായി. ഞങ്ങൾ ബസ്സിന് വന്നു. ഇവിടെ വന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ബസ്സിനായതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതിനുശേഷം ഇപ്പം അവൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും, അടുക്കളയുടെ കാര്യം, പിള്ളേരുടെ കാര്യം എല്ലാം നോക്കുന്നുണ്ട്. മക്കളുടെ കാര്യം നോക്കും, ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നു. മാതാവ് ഡോക്ടേഴ്സിന് ശരിക്കും അത്ഭുതമാണ്, ഇവളെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ആ ക്യാൻസർ സെൻ്ററിലെ ഡോക്ടേഴ്സ് എനിക്ക് അറിയുന്നുണ്ട്. അവർ വിളിച്ച് എന്നോട് പറഞ്ഞു ദൈവം തന്നൊരു അത്ഭുതം തന്നെയാണ്, ദൈവം തിരിച്ചു വന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും ആരോഗ്യത്തോടു കൂടി ഇവിടെ നിൽപ്പുണ്ട്.
യേശുവെ നന്ദി, യേശുവെ സ്തുതി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ. എൻ്റെ പേര് ലിനി എന്നാണ്. ഞാൻ മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തോടു കൂടെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ബോഡി വന്നത്? അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ? എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസത്തിന് ശേഷം തന്നെ ഞാൻ മെല്ലെ പിടിച്ചേക്കാനും ബാത്റൂമിൽ പോകാനും മെല്ലെ കുറേശ്ശെ ഭക്ഷണങ്ങൾ കഞ്ഞി ആയ രൂപത്തിൽ കഴിക്കുവാനും തുടങ്ങി. അതിനോട് കൂടെ ഒരു ആയുർവേദ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയുർവേദ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലോ, ഇവിടെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അന്നേരം ഈ കൃപാസനത്തിലെ എല്ലാ ഉടമ്പടികളും പ്രാർത്ഥനകളും നേർച്ച വസ്തുക്കളും എല്ലാം മുറ പോലെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ പോയി അഡ്മിറ്റായി 1 മാസം അവിടെ കിടന്നു. അവിടുന്ന് ഞാൻ എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും പോരുമ്പോൾ ചപ്പാത്തി വരെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട്, അതായത് ഈ സഹോദരി നേഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അവസാനം എല്ലാം സ്പ്രെഡായി എന്ന് പറഞ്ഞപ്പോൾ പാലിയേറ്റീവ് കെയർ ചെയ്യാൻ പറഞ്ഞാണ് വിട്ടത് അല്ലേ? വയറിനുള്ളിലെ കുടല് കിഡ്നിയൊക്കെ എടുത്ത് കളയണമെന്നായിരുന്നു സർജറിക്ക് പ്ലാൻ ചെയ്തപ്പോൾ കിഡ്നി, കുടലിൻ്റെ ഒരു ഭാഗം, യുറിത്ര, ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് നടക്കാതെ പോവുകയും ചെയ്തു. ഇപ്പോൾ ആന്തരിക അവയവങ്ങളെല്ലാം നോർമലാണ്. ഇപ്പം ദൈവം സഹായിച്ച എല്ലാ ആന്തരിക അവയവങ്ങളും എനിക്കുണ്ട്. കളയണമെന്ന് പറഞ്ഞു ഒന്നും കളഞ്ഞില്ല. കിഡ്നിയൊക്കെ ഇപ്പം നല്ല നോർമലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് നമുക്കറിയാം, മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അവസാന അറ്റകൈ എന്ന നിലയിലാണ് കൃപാസനത്തിലൂടെ കടന്നു വന്ന് ഈ സഹോദരൻ വൈഫിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. നമ്മൾ സാക്ഷ്യത്തിൽ നേരിട്ട് ശ്രവിച്ചതുപോലെ തന്നെ മരിയൻ ഉടമ്പടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അപ്പോൾ തുടർന്ന് ആന്തരിക അവയവങ്ങളെല്ലാം നോർമലായി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആരോഗ്യവതിയായിട്ട് വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്.